വേദികെ, നീ അവിടെ എന്തെടുക്കുകയാണ്? വാതിലൊന്ന് തുറന്നേ. എത്ര നേരമായി നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? മുറിയുടെ പുറത്തുനിന്ന് അമ്മായിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നെന്താണാവോ അമ്മായിയുടെ പ്രശ്നം? എന്നും എന്തെങ്കിലും ഒരു കാരണം കാണും വഴക്കു പറയാൻ. കേട്ട് മടുത്തു. വേദിക ഷോപ്പിൽ പോവാൻ ഒരുങ്ങുന്നതിനിടയിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയുടെ വാതിൽ തുറന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ അമ്മായി ഭയങ്കര ദേഷ്യത്തോടെ കയ്യിൽ ഒരു ചിരട്ട കയ്യിലുമായി തന്റെ മുറിയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്താ അമ്മായി? അമ്മായി എന്തിനാ വിളിച്ചത്? ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ ഷോപ്പിൽ പോകാൻ ഒരുങ്ങുന്ന തിരക്കിലായിരുന്നു. വേദിക ചെറിയൊരു പരിഭ്രമത്തോടെ അമ്മായിയോട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ നിന്റെ ചന്തം കാണാൻ വിളിച്ചതാ. നിനക്കെന്താ അനുവിന്റെ ഡ്രസ്സ് കൂടി ഒന്ന് അലക്കിയിട്ടാൽ നിന്റെ കൈ തേഞ്ഞു പോകുമോ? അമ്മായി ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അമ്മായി, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് വൈകിയാണ് പോകുന്നത്. അതിനിടക്ക് എന്റെ ഡ്രസ്സ് പോലും കഴുകിയിടുവാൻ എനിക്ക് സമയം കിട്ടാറില്ല. ഇപ്പോഴെങ്കിലും പോയാലല്ലേ എനിക്ക് അവിടെ എത്താൻ പറ്റൂ. അവൾക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ പോരെ? ഞാൻ തന്നെ അലക്കിയിടണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വൈകിട്ട് വന്നിട്ട് ചെയ്തോളാം. അവൾ പറഞ്ഞു. നീ എന്നോട് തർക്കുത്തരം പറയാൻ തുടങ്ങിയല്ലേ? നിന്നെപ്പോലെയല്ല അവൾ. വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയാണ്. വിവാഹത്തിന് ഇനി അധിക നാളൊന്നുമില്ല. അവളെ കൊണ്ട് വീട്ടുജോലി എടുപ്പിക്കാനോ? കുറച്ചു നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു ജോലി കിട്ടിയപ്പോൾ പെണ്ണിന്റെ ഒരു അഹങ്കാരം. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് കരുതി ഒരു കല്യാണാലോചന കൊണ്ടുവന്നപ്പോൾ അത് അവൾക്ക് വേണ്ട. അതവളുടെ പത്രാസിനൊക്കത്തില്ല പോലും. അമ്മായി അവളുടെ മുഖത്തു നോക്കി പറഞ്ഞു. അമ്മായി പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ അപ്പോൾ വിഷമത്തോടെ പറഞ്ഞു തുടങ്ങി. അമ്മായിയും കണ്ടതല്ലേ അയാളെ? അമ്മായിക്കും അറിയാവുന്ന കാര്യമല്ലേ അയാൾ എന്നേക്കാൾ എത്രയോ പ്രായത്തിന് മൂത്തതാണെന്ന്? പോരാത്തതിന് രണ്ടാം വിവാഹവും. എൻ്റെ അച്ഛൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ടായിരിക്കും ആ വന്നയാൾക്ക്. അമ്മായിക്കും ഒരു മോളില്ലേ? അവൾക്കാണ് ഇങ്ങനെ ഒരു ആലോചന വന്നതെങ്കിൽ അമ്മാവനോ അമ്മായിയോ കെട്ടിച്ചു കൊടുക്കുമോ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മായിക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. അമ്മായി അവളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ഓ, നിന്നെ കെട്ടാൻ ഇനി വലിയ കൊമ്പത്തുള്ള പയ്യന്മാര് വരണമായിരിക്കും. അതായിരിക്കും നിന്റെ വിചാരം. തന്തയും തള്ളയും ഒന്നുമില്ലാത്ത നിന്നെയൊക്കെ ഇങ്ങനെയുള്ളവരല്ലാതെ പിന്നെ ആര് കെട്ടാൻ വരാനാടി? പോരാത്തതിന് അന്ന് രാത്രി പാടത്ത് വെച്ച് നിന്നെ ഏതോ ഒരുത്തം പ്രിയപ്പിച്ചതൊക്കെ നാട്ടിൽ പാട്ടാ. ആ നിന്നെ നല്ല പയ്യന്മാരാരെങ്കിലും വന്ന് കെട്ടിയത് തന്നെ. ആ കിളവൻ തന്നെ കെട്ടാമെന്ന് പറഞ്ഞത് നിന്റെ ഭാഗ്യമെന്ന് കരുതിക്കോ. അവൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അമ്മാവൻ ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ അന്നേ അങ്ങേരോട് പറഞ്ഞതാ, തന്തയും തള്ളയും ഇല്ലാത്ത പെങ്കൊച്ചിനെ ഒന്നും ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരണ്ട എന്ന്. ആര് കേൾക്കാൻ? അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്നിവളുടെ വായിലുള്ളതൊന്നും ഞാൻ കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഈശ്വര. അന്നേ അറുത്തു മുറിച്ച് പറഞ്ഞതാണ് ഞാൻ ഇമ്മാതിരി ഒന്നും ഏറ്റെടുക്കേണ്ടെന്ന്. ഓരോ വേണ്ടാത്ത പണികൾ ചെയ്തു വെച്ചിട്ടിപ്പോ ബാക്കിയുള്ളവരുടെ തലയിലായി. അതും പറഞ്ഞുകൊണ്ട് അമ്മായി അകത്തേക്ക് കയറിപ്പോയി. അമ്മായി പറഞ്ഞത് കേട്ടപ്പോൾ വേദികയ്ക്ക് വല്ലാത്ത വിഷമമായി. അവൾ കരഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. എന്തിനാ ദൈവമേ എനിക്കിങ്ങനെ ഒരു ജന്മം തന്നത്? എത്ര കാലമായി ഞാൻ ഈ കുത്തുവാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്? അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയായതുകൊണ്ടല്ലേ എന്നെ എല്ലാവരും ഇങ്ങനെയിട്ട് ചവിട്ടി തേക്കുന്നത്? പാടത്ത് വെച്ച് എന്നെ ആരും നശിപ്പിച്ചിട്ടൊന്നുമില്ല. അന്നൊരു രാത്രി ടീച്ചറുടെ വീട്ടിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ ബസ് കിട്ടാതെ അല്പം ലേറ്റായപ്പോൾ കുരുമുളക് തോട്ടത്തിനടുത്ത് വെച്ച് ആരോ കടന്നു പിടിച്ചു എന്നത് ശരിയാ. പക്ഷേ ഏതോ ഒരു അദൃശ്യമായ കൈവന്ന് എന്നെ അയാളിൽ നിന്ന് രക്ഷിച്ചെടുത്തു. ആരാണെന്ന് പോലും അറിയില്ല. ദൈവത്തിൻ്റെ കൈയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഏതോ ഒരാൾ. ഇരുട്ടിൽ ആരാണെന്ന് കണ്ടിട്ടില്ല ഞാൻ. എങ്കിലും ആ ഒരാൾ ദൈവത്തെ പോലെയാണ് ഇന്നും എനിക്ക്. അവൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ ഇരുന്ന് തലയ്ക്കടിച്ച് പൊട്ടിക്കരഞ്ഞു. അതിനിടയ്ക്ക് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ അമ്മായിയുമായി വഴക്കിട്ടത് കൊണ്ട് തന്നെ ജോലിക്ക് പോകാനുള്ള മൂഡും പോയി. അവൾ മുറിയിലിരുന്ന് ഓരോന്നോർത്ത് ഒരുപാട് നേരം കരഞ്ഞു. സമയം പോയത് അവൾ അറിഞ്ഞിരുന്നില്ല. ഇടയ്ക്ക് അവളുടെ ഫോൺ വീണ്ടും ബെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കുമ്പോൾ അത് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന അവളുടെ അടുത്ത കൂട്ടുകാരി അഞ്ജനയാണ്. തന്നെ കാണാഞ്ഞിട്ട് വിളിക്കുകയാവും അവൾ. സമയം നോക്കിയപ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു. അവൾ അഞ്ജനയോട് കാര്യം പറയാനായി വേഗം ഫോൺ എടുത്തു. വേദികയെ, എടി നീ എന്തെടുക്കുവാ? എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. വരുന്നില്ലേ? ഫോൺ എടുത്ത പാടെ തന്നെ അഞ്ജന ചോദിച്ചു. എന്താ വരുന്നു അഞ്ജനെ? നീ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമോ? ഞാൻ ഇപ്പോൾ വരാം. വേദിക വേഗം കണ്ണു മുഖവുമൊക്കെ തുടച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. വേദികയുടെ ഇടറിയ ശബ്ദം കേട്ടപ്പോൾ അഞ്ജന അവളോട് ചോദിച്ചു. എന്തുപറ്റി വേദിക? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് കേട്ടപ്പോൾ വേദിക പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലടി. എന്നത്തെയും പോലെ ഇന്നും അമ്മായിയുമായിട്ട് ചെറിയൊരു വഴക്ക്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ദേ എത്തി എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. വേദിക വേഗം അവളുടെ ബാഗും കുടയും എടുത്ത് മുറിയിൽ നിന്നും ഇറങ്ങി. സമയം അപ്പോഴേക്കും വല്ലാതെ വൈകിപ്പോയിരുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു.
നടന്നവൾ ബസ് സ്റ്റോപ്പിൽ തൻ്റെ കൂട്ടുകാരിയുടെ അടുത്തെത്തി. അപ്പോഴേക്കും അവർ സ്ഥിരം പോകുന്ന ബസ് പോയി കഴിഞ്ഞിരുന്നു. വേദികയെ, നമ്മൾ ഇന്ന് വല്ലാതെ വൈകിട്ടോ, ഇനി ഇന്ന് സമയത്തിനെത്തണമെങ്കിൽ ഓട്ടോ വിളിച്ചു പോവേണ്ടി വരും, കൂട്ടുകാരി അഞ്ജന അവളോട് പറഞ്ഞു. സോറി അഞ്ജനെ, ഞാൻ കാരണം നിനക്കും ഒരു ബുദ്ധിമുട്ടായി അല്ലേ? അവളുടെ എല്ലാ പ്രശ്നങ്ങളും അഞ്ജനയ്ക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. വേദിക അത് പറഞ്ഞപ്പോൾ അഞ്ജന അവളെ ഒന്ന് നോക്കി. അവളുടെ എല്ലാ പ്രശ്നങ്ങളും അഞ്ജനയ്ക്ക് വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. വേദിക വളരെ വിഷമിച്ചുകൊണ്ടാണ് അത് പറയുന്നതെന്ന് അഞ്ജനക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അഞ്ജന വേദികയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരു വിഷമമുണ്ട്, അതേ ഉള്ളൂ. എനിക്ക് നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം. ഇത്ര കാലമായിട്ടും ഒരു സന്തോഷം എന്താണെന്നോ അത് അനുഭവിക്കാനോ നിനക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അഞ്ജന പറഞ്ഞു. എന്ത് ചെയ്യാനാണ് അഞ്ജനെ, അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാൻ? അഞ്ജന പറയുന്നത് കേട്ടപ്പോൾ അവൾ അഞ്ജനയെ നോക്കി. അഞ്ജനക്കും അപ്പോൾ വല്ലാത്ത വിഷമമായി. സാരമില്ലടി, നിനക്കും ഒരു നല്ല കാലം വരും, എൻ്റെ മനസ്സ് പറയുന്നു. വേദികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഞ്ജന ആശ്വസിപ്പിച്ചു. അതിനിടയ്ക്ക് അതുവഴി വന്ന ഒരു ഓട്ടോക്ക് അവർ കൈ കാണിച്ചു. ഓട്ടോ അവിടെ നിർത്തി. അവർ അതിൽ കയറി ജോലി സ്ഥലത്തേക്ക് യാത്രയായി. വേദിക അവൾ ഒരു പാവം പെൺകുട്ടിയായിരുന്നു. അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അമ്മയായിരുന്നു അവൾക്കെല്ലാം. അച്ഛൻ്റെ അപ്രതീക്ഷിതമായ മരണം അമ്മയെ ഒരു മാറാരോഗിയാക്കി മാറ്റിക്കളഞ്ഞു. ഒരുപാട് പേരുടെ സഹായം കൊണ്ടായിരുന്നു അന്നൊക്കെ അവളും അമ്മയും ജീവിച്ചു പോയിരുന്നത്. വേദിക 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ അമ്മയും അവളെ വിട്ടുപോയി. അമ്മ കൂടി ഇല്ലാതായതോടെ ആ 8 വയസ്സുകാരി പെൺകുട്ടിയെ അവളുടെ അച്ഛൻ്റെ വീട്ടുകാരും ഉപേക്ഷിച്ചു. പെൺകുട്ടിയായതുകൊണ്ട് അവർക്കൊരു ബാധ്യതയാകുമെന്ന് കരുതി അവർ തിരിഞ്ഞു നോക്കാതിരുന്നതാണ്. അന്ന് അവളുടെ അമ്മൂമ്മ അവളുടെ അമ്മാവനോട് പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണ് അവളെ. അവളെ കൊണ്ടുവരുന്നതിനോട് അമ്മായിക്ക് തീരെ യോജിപ്പില്ലായിരുന്നു. എന്നാലും അമ്മൂമ്മ ഉള്ളതുകൊണ്ട് അമ്മായി അന്നൊന്നും പരസ്യമായി അവളെ വഴക്ക് പറയാറൊന്നുമില്ലായിരുന്നു. അമ്മാവന് വേദികയെ ഇഷ്ടമാണെങ്കിലും അമ്മായി വഴക്ക് പറയുന്നത് കാരണം അമ്മാവൻ വേദികയോട് ഒളിഞ്ഞും മറഞ്ഞുമല്ലാതെ പരസ്യമായിട്ടൊരിക്കലും സ്നേഹം പ്രകടിപ്പിക്കാറില്ല. അമ്മൂമ്മയുടെ കാലം കഴിയുന്നതുവരെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ വിഷമം എപ്പോഴും അവൾക്കുണ്ടായിരുന്നു. അവൾ വന്ന് 1-2 വർഷം കഴിയുമ്പോഴേക്കും അവളുടെ അമ്മൂമ്മയും അവളെ വിട്ടുപോയി. അതിനുശേഷമാണ് അവളുടെ കഷ്ടപ്പാട് തുടങ്ങിയത്. അന്നൊക്കെ എന്തെങ്കിലും ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് അമ്മാവൻ്റെ മകൾക്കും വേദികയ്ക്കും ഒരുമിച്ചാണ് ഡ്രസ്സ് വാങ്ങാറ്. പക്ഷേ അമ്മായി അതൊന്നും വേദികയ്ക്ക് കൊടുക്കാൻ അനുവദിച്ചിരുന്നില്ല. അമ്മാവൻ്റെ മകൾ ഉപയോഗിച്ച് പഴകിയ ഡ്രസ്സുകളാണ് വേദിക അധികവും ഉപയോഗിക്കുന്നത്. അമ്മാവൻ്റെ മകൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടെ പലപ്പോഴും അവൾ നോക്കി നിന്നിട്ടുണ്ട്. അവളെ നമ്മുടെ മോളെ പോലെ തന്നെ നല്ല പോലെ പഠിപ്പിക്കണമെന്ന് അമ്മാവൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ അമ്മായി അതിനെ എതിർത്തു. അമ്മാവന് വേദികയെ ഇഷ്ടമാണ്. പക്ഷേ അമ്മായി വഴക്ക് പറയുമെന്ന് പേടിച്ച് അമ്മാവൻ അവളോടൊന്നും സംസാരിക്കാതെയായി തുടങ്ങി. ഒരുപാടൊന്നും അവൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും +2 വരെ അവൾ പഠിച്ചു. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു അമ്മാവൻ്റെ മകളെക്കാളും. പക്ഷേ അമ്മായിയുടെ നിർബന്ധപ്രകാരം അവളെ തുടർന്ന് പഠിപ്പിക്കാൻ അമ്മാവനും കഴിഞ്ഞില്ല. ഒരുപാടൊന്നും വൈകാതെ തന്നെ അവളുടെ ജീവിതം ആ വീട്ടിലൊരു വേലക്കാരിയെ പോലെയായി. എന്തിനും ഏതിനും അമ്മായി അവളെ വഴക്ക് പറയുന്നത് പതിവായിരുന്നു. തൻ്റെ പ്രായത്തിലുള്ള അമ്മാവൻ്റെ മകൾ കോളേജിലേക്ക് പോകുമ്പോൾ അവൾക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയും അവളുടെ വസ്ത്രങ്ങൾ അലക്കുകയും വീട്ടുജോലികളെല്ലാം ചെയ്യുകയും വേണം. അത് ചെയ്തില്ലെങ്കിൽ അമ്മായിയുടെ വഴക്കുറപ്പായിരുന്നു അവൾക്ക്. അത് പേടിച്ച് അവൾ വീട്ടുജോലികളെല്ലാം ചെയ്യുമായിരുന്നു. അവൾ ഇതിപ്പോഴും തുടർന്നു പോകുന്നു. അന്നൊരിക്കൽ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു അവളെ. അതുമായി അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് പിന്നിൽ നിന്നും ഒരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയത്. നോക്കുമ്പോൾ അഞ്ജനയാണ്. പഠിത്തം കഴിഞ്ഞ കാലങ്ങൾക്ക് ശേഷമാണ് അഞ്ജനയെ വേദിക കാണുന്നത്. അന്നെന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ലീവാക്കിയതായിരുന്നു അഞ്ജന. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല കൂട്ടുകാരികളായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടുപേരും പിരിഞ്ഞത്. അതിനുശേഷം 1-2 തവണയെ അവർ തമ്മിൽ കണ്ടിട്ടുള്ളൂ. അവർ തമ്മിൽ വഴിയിൽ നിന്ന് അവരുടെ സൗഹൃദം പുതുക്കി. അവർ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു. ചെറുപ്പം മുതലേ അവളുടെ അവസ്ഥ അറിയാവുന്ന ആളായിരുന്നു അഞ്ജന. അതുകൊണ്ട് തന്നെ അവളുടെ സാഹചര്യം മനസ്സിലാക്കി അഞ്ജന അവൾ പോകുന്ന സ്ഥാപനത്തിൽ ഒരു ജോലി ഒഴിവുണ്ടെന്ന കാര്യം അവളോട് പറഞ്ഞു. അങ്ങനെ ഒരു ജോലി കിട്ടിയാൽ വേദികക്ക് അത് ഒരുപാട് ആശ്വാസമാവുമെന്ന് മനസ്സിലാക്കിയ അഞ്ജന അവൾക്ക് അപ്പോൾ തന്നെ ആ ഷോപ്പിൽ ജോലി തരപ്പെടുത്തി കൊടുത്തു. പക്ഷേ അപ്പോഴും ഒരു വിഷമം അവൾക്കുണ്ടായിരുന്നു. അമ്മായി തന്നെ ജോലിക്ക് പറഞ്ഞയക്കുമോ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിഞ്ഞു. അവിടെ അല്പമെങ്കിലും സ്നേഹമുള്ളത് അമ്മാവനാണ്. അമ്മാവനോട് ചോദിച്ച് സമ്മതിപ്പിക്കാമെന്ന് കരുതി അവൾ വീട്ടിലേക്ക് നടന്നു.
അവൾ അങ്ങനെ പാടവരമ്പിൽ കൂടി നടന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ജോലിക്കാരുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അവളുടെ അമ്മാവൻ. വീട്ടിൽ നിന്ന് അമ്മാവൻ അധികം സംസാരിക്കാത്തത് കൊണ്ട് അവൾ അവിടെ വെച്ച് അമ്മാവനോട് കാര്യം പറഞ്ഞു. അമ്മാവാ, എനിക്കൊരു ജോലി കിട്ടി. കൂട്ടുകാരി ജോലി ചെയ്യുന്ന ഷോപ്പിലാ. ഒരു ജോലി ഉണ്ടെച്ചാ വീട്ടിലേക്കൊരു സഹായാവൂലോ, കൂടെ എനിക്കും. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മാവന് വളരെ സന്തോഷമായി. ആണോ, വീട്ടിലിരിക്കണതിൽ നല്ല കാര്യല്ലേ അത്? ഒന്നുമില്ലേലും മോൾക്കൊരു കൂട്ടം വാങ്ങാനേലും കഴിയൂലോ. എവിടെയാ ഷോപ്പ്? അമ്മാവൻ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ശേഷം അയാൾ തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവളുടെ കയ്യിൽ നിർബന്ധിച്ച് പിടിപ്പിച്ചു. ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്നതല്ലേ, ഈ പൈസ കുട്ടിക്ക് ബസ് യാത്രയ്ക്ക് ഉപകരിക്കുമെന്ന് പറഞ്ഞ് അമ്മാവൻ അത് അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മായിയോട് അമ്മാവൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് അവൾ അഞ്ജനയുടെ കൂടെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലിക്ക് പോയി തുടങ്ങിയത്. അവിടേക്കാണ് അവൾ ഇപ്പോഴും പോകുന്നത്. അമ്മായിയുമായി പ്രശ്നമുണ്ടായതുകൊണ്ട് തന്നെ അന്ന് നന്നായി വൈകിയിരുന്നു. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഓട്ടോ അവരുടെ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിലെത്തി. സുഖമില്ലാത്തത് കൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് പറഞ്ഞ് ജോലിക്ക് കയറിയെങ്കിലും അന്നത്തെ ദിവസം അവൾ ആകെ മൂഡ് ഔട്ടായിരുന്നു. അഞ്ജന അവളെ ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ മനസ്സിൽ നിന്നും അമ്മായി പറഞ്ഞ വാക്കുകളൊന്നും മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല. അമ്മായി കൊണ്ടുവന്ന വയസ്സായ ആളുടെ വിവാഹാലോചനയും ഒക്കെ കൂടെ ഓർത്തപ്പോൾ അവൾക്കാകെ അസ്വസ്ഥത തോന്നി. അന്ന് അവൾ ഉച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാതെ സമയം തള്ളി നീക്കി. വിഷമത്തോടെ തന്നെ അവളുടെ ദിവസങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അമ്മാവന്റെ മകളുടെ വിവാഹം കഴിഞ്ഞുപോയി. സ്വർണ്ണാഭരണത്തിൽ മുക്കിയാണ് അവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. അതെപ്പോഴും അമ്മായി അഹങ്കാരം പോലെ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വേദിക പതിവ് പോലെ രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. തിരക്കിട്ട് നടക്കുന്നതിനിടയിൽ പതിവ് പോലെ അഞ്ജനയെ വിളിക്കുന്നുമുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുമുട്ടി. ബസ് കാത്തു നിൽക്കുന്നതിനിടയിൽ അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ബസ് സ്റ്റോപ്പിൽ വെച്ച് അവരുടെ പിന്നിൽ നിന്നൊരാൾ വേദികയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചോടിയത്. അവർ രണ്ടുപേരും കള്ളൻ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അയാളുടെ പിന്നാലെ ഓടിയെങ്കിലും കള്ളൻ അപ്പോഴേക്ക് അവിടെ നിന്നും ഓടി മറഞ്ഞിരുന്നു. അപ്പോഴേക്കും ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ഓടിക്കൂടി അവരോട് കാര്യം തിരക്കി. എല്ലാവരും കൂടി അവിടെയൊക്കെ തിരഞ്ഞെങ്കിലും കള്ളനെ കിട്ടിയില്ല. അതിനിടയ്ക്കാണ് അതിലെ ഒരു പോലീസ് ജീപ്പ് വന്നത്. ബസ് സ്റ്റോപ്പിനടുത്തുള്ള ആൾക്കൂട്ടം കണ്ടപ്പോൾ പോലീസ് ജീപ്പ് അവിടെ നിർത്തി. അവർ വേദികയോട് കാര്യം തിരക്കി. അവൾ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യം പറഞ്ഞു. 2 കോൺസ്റ്റബിൾമാരായിരുന്നു അപ്പോൾ ജീപ്പിലുണ്ടായിരുന്നത്. അവർ വേദികയോടും കൂട്ടുകാരി അഞ്ജനയോടും പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് തരുവാൻ വേണ്ടി പറഞ്ഞു. അവർ അവരുടെ ജീപ്പിൽ വേദികയെയും അഞ്ജനയെയും കൂട്ടിക്കൊണ്ടുപോയി. ജീപ്പിലിരിക്കുമ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു. ഒരുപാട് നാൾ ജോലിക്ക് പോയി ആഗ്രഹിച്ചു വാങ്ങിയ സ്വർണ്ണമാലയായിരുന്നു അത്. ചെറുതായിരുന്നെങ്കിലും അവൾക്കതൊത്തിരി ഇഷ്ടമായിരുന്നു. അത് പോയല്ലോ എന്നോർത്ത് അവൾ വണ്ടിയിലിരുന്ന് കരഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി. വണ്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അവരോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവർ രണ്ടുപേരും പേടിച്ചിരിക്കുകയാണ്. ആദ്യമായാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അതിൻ്റെ ഒരു പേടി അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അവർ പേടിച്ച് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ പോലീസുകാർ വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കാതെ അകത്ത് ചെന്നോളൂ, SI സാർ പുറത്തുപോയി വന്നിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട് പോയി കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് പോലീസുകാർ അവരെയും കൊണ്ട് SIയുടെ റൂമിലേക്ക് ചെന്നു. ഒരു ചെറുപ്പക്കാരനായ പയ്യനായിരുന്നു അവിടുത്തെ SI. വേദികയെ കണ്ടപാട് തന്നെ ആ ചെറുപ്പക്കാരനായ SI അവളെ തന്നെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടുവന്ന 2 പോലീസുകാർ നടന്ന കാര്യങ്ങളെല്ലാം SIയോട് പറഞ്ഞു. ഇന്ന് തന്നെ ആ ഏരിയയിലുള്ള മുഴുവൻ പിടിച്ചുപറിക്കാരുടെയും കള്ളന്മാരുടെയും ലിസ്റ്റ് എടുത്ത് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി SI അവരുടെ കൂടെ വന്ന കോൺസ്റ്റബിൾമാരോട് അപ്പോൾ തന്നെ പറഞ്ഞു. ഓക്കെ സാർ. കോൺസ്റ്റബിൾമാർ റൂമിൽ നിന്നും പുറത്തിറങ്ങി. വേദിക അപ്പോഴും നിർത്താതെ കരയുകയായിരുന്നു. കുട്ടി കരയണ്ട, നമുക്ക് അന്വേഷിക്കാം, SI അവളോട് പറഞ്ഞു. സാർ, അവൾ അത് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് സാർ. അഞ്ജന അപ്പോൾ SIയോട് പറഞ്ഞു. മാല പോയതൊക്കെ അവരത് പിടിച്ചു പറിച്ചുകൊണ്ട് ഓടുമ്പോൾ കുട്ടിയുടെ കഴുത്തിന് മുറിവോ മറ്റോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. SI അവളുടെ കഴുത്തിലേക്കൊന്ന് നോക്കി. ഇല്ല, കഴുത്തിന് പ്രശ്നമൊന്നുമില്ല, വേദിക പറഞ്ഞു. SI അപ്പോൾ അവളെ തന്നെ നോക്കുകയായിരുന്നു. എനിക്ക് വേദികയോട് അല്പം പേഴ്സണലായി സംസാരിക്കാനുണ്ട്. 1 മിനിറ്റ് ഈ കുട്ടിയൊന്ന് പുറത്തു നിൽക്കാമോ? SI അഞ്ജനയോട് സൗമ്യമായി ചോദിച്ചു. വേദികയും അഞ്ജനയും അപ്പോൾ ചെറുതായി ഒന്ന് പരിഭ്രമിച്ചു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കുട്ടി പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനാണ്. എന്താ കുട്ടിയുടെ പേര്? SI അഞ്ജനയോട് ചോദിച്ചു. അഞ്ജന, അവൾ മറുപടി പറഞ്ഞു. അഞ്ജന, വേറെ ഒന്നിനുമല്ലാട്ടോ, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്, SI ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഞ്ജന അപ്പോൾ ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തുപോയി അവിടെയുള്ള ചെയറിൽ പോയിരുന്നു. അപ്പോഴും വേദിക പേടിച്ചുകൊണ്ടാണ് SIയുടെ റൂമിൽ ഇരിക്കുന്നത്. വേദിക പേടിക്കല്ലേ, എന്തിനാ കരയുന്നത്, നമുക്ക് അന്വേഷിക്കാമടോ, SI അവളോട് പറഞ്ഞു. എനിക്കാകെ അത് മാത്രമേ ഉള്ളൂ സാർ, ആ ചെയിൻ മാത്രമേ എനിക്കുള്ളൂ, വേദിക കരച്ചിലോടെ പറഞ്ഞു.
എസ് ഐ അപ്പോൾ അവളെ നന്നായി ഒന്ന് നോക്കി. ശേഷം അവളോട് അവളുടെ കാര്യങ്ങളും വീടും അഡ്രസ്സും ചുറ്റുപാടുകളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം അവളെ തന്നെ ഒന്ന് കണ്ണെടുക്കാതെ നോക്കി. ശേഷം അവളോട് പറഞ്ഞു, വേദിക ജോലിക്ക് പോകുന്നതല്ലേ, എന്തായാലും ജോലി മുടങ്ങണ്ട, ഇപ്പോൾ പോയിക്കോളൂ, ഒന്നും പേടിക്കണ്ട, ഞങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ, വിവരം കിട്ടിയാൽ ഞാൻ ഈ ഫോൺ നമ്പറിൽ വിളിക്കാം, പോയിക്കോളൂ. എസ് ഐ പറഞ്ഞപ്പോൾ അവൾ കസേരയിൽ നിന്നും എണീറ്റു. അവൾ അപ്പോൾ എസ് ഐയുടെ ടേബിളിൽ വെച്ചിരിക്കുന്ന നെയിം ബോർഡിലേക്കൊന്ന് നോക്കി. രഞ്ജിത്ത് സത്യൻ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന ബോർഡ് അവൾ മനസ്സിൽ വായിച്ചു. ശേഷം അവനോട് തലയാട്ടിക്കൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ അവൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അഞ്ജനയെയും കൂട്ടി ഷോപ്പിലേക്ക് പോയി. അപ്പോഴേക്കും രഞ്ജിത്ത് സ്റ്റേഷന്റെ മുൻവശത്തേക്ക് വന്നിരുന്നു. വേദിക പോകുന്നത് അവൻ അവിടെ നിന്ന് നോക്കിക്കണ്ടു. എന്തു പറ്റിയടി, ആ എസ് ഐ എന്താണ് നിന്നോട് ഇത്ര നേരം സംസാരിച്ചത്? അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ബസ്സിൽ വെച്ച് അഞ്ജന അവളോട് ചോദിച്ചു. വേദിക അപ്പോൾ അവളോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തായാലും ആ എസ് ഐയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്, ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. അയാൾക്ക് നിന്നോട് എന്തോ ഒരു താല്പര്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അയാൾ എവിടെന്നെങ്കിലും ചെയിന് കണ്ടുപിടിച്ച് തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ നിന്റെ മുന്നിൽ ഒന്നുകൂടെ ഷൈൻ ചെയ്യാലോ, അഞ്ജന വേദികയെ നോക്കി പറഞ്ഞു. മതി നിന്റെ കളിയാക്കല്, എങ്ങനെയെങ്കിലും ആ മാല ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വേദിക അപ്പോഴും വിഷമത്തിലായിരുന്നു. കളിയാക്കിയതല്ലടി, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്കെന്തോ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് കേട്ടോ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മതി നിർത്ത്, നിന്റെ ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ആ മാല എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് അവളുടെ തമാശ. നീ വേഗം ഷോപ്പിലേക്ക് നടക്ക്. വേദിക അഞ്ജനയോട് ദേഷ്യം പിടിച്ചുകൊണ്ട് വേഗം സ്റ്റോപ്പ് എത്തിയപ്പോൾ ബസ് ഇറങ്ങി. നിന്റെ വിഷമം എനിക്കറിയാടി, എന്തായാലും നീ അതോർത്ത് വിഷമിക്കല്ലേ. ആ മാല കിട്ടുമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്, അഞ്ജന അവളെ സമാധാനിപ്പിച്ചു. അന്ന് വൈകുന്നേരം ഷോപ്പിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദികയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ വന്നു. സേവ് ചെയ്യാത്ത നമ്പർ ആയതുകൊണ്ട് ആദ്യത്തെ 2 പ്രാവശ്യം വിളിച്ചത് അവൾ എടുത്തിരുന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നമ്പറിൽ നിന്ന് കോൾ വന്നു. അപ്പോഴാണ് അവൾ ഓർത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കുമോ എന്ന്. അവൾ വേഗം ഫോൺ എടുത്തു. അവളുടെ ഊഹം തെറ്റിയിരുന്നില്ല, അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ആയിരുന്നു. ഫോൺ എടുത്ത പാടെ അപ്പുറത്തു നിന്നും ചോദിച്ചു, വേദികയല്ലേ ഇത്? അതെ, അവൾ വേഗത്തിൽ പറഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, എസ് ഐ രഞ്ജിത്ത്. വേദിക ഒന്ന് ഇവിടം വരെ വരണം. 1-2 മാലകളുമായിട്ട് നിങ്ങളുടെ മാല നഷ്ടപ്പെട്ട സ്ഥലത്തിനടുത്ത് നിന്ന് ഒരു കള്ളനെ പിടിച്ചിട്ടുണ്ട്. അതിൽ വേദികയുടെ മാലയുണ്ടോ എന്നൊന്നറിയണം, അതിനു വേണ്ടിയാണ്. വേദിക പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് വേദിക ഇവിടെ വരെ ഒന്ന് വരണം, രഞ്ജിത്ത് പറഞ്ഞു. താങ്ക് യു സാർ, വലിയ ഉപകാരം, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പെട്ടെന്ന് തന്നെ വരാം സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, അവൾ സന്തോഷത്തോടെ പറഞ്ഞു. ഇതിനൊക്കെ എന്തിനാ നന്ദി പറയുന്നത്, ഇത് ഞങ്ങളുടെ ജോലിയല്ലേ. വേദിക എന്തായാലും വേഗം വന്നോളൂ, മാല കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാം കേട്ടോ. ശരി സാർ, വേദിക മറുപടി പറഞ്ഞ് ഫോൺ വെച്ചു. വേദിക വേഗത്തിൽ ചെന്ന് അഞ്ജനയോട് കാര്യം പറഞ്ഞ് ഷോപ്പിൽ നിന്നും വളരെ ധൃതിയിലിറങ്ങി. ഷോപ്പിൽ അന്ന് പതിവിലും വലിയ തിരക്കായതുകൊണ്ട് അഞ്ജനയ്ക്ക് അവളുടെ കൂടെ പോകാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ മാല കിട്ടിയാൽ മതി എന്നായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ. അല്പസമയത്തിനുള്ളിൽ അവൾ പോലീസ് സ്റ്റേഷനിലെത്തി. പുറത്തുണ്ടായിരുന്ന പോലീസുകാരനോട് എസ് ഐ വിളിച്ച കാര്യം ധരിപ്പിച്ചു. ആ പോലീസുകാരൻ എസ് ഐയുടെ ഓഫീസിലേക്ക് ഫോൺ കണക്ട് ചെയ്ത് കാര്യം പറഞ്ഞു. ഒരു നിമിഷത്തിനകം എസ് ഐ പുറത്തേക്ക് വന്നു. വേദിക എത്തിയല്ലേ, എൻ്റെ കൂടെ വരൂ, മാല ഐഡന്റിഫൈ ചെയ്യാനാണ് എന്ന് പറഞ്ഞ് എസ് ഐ രഞ്ജിത്ത് വേദികയെയും കൂട്ടി മാല ഐഡന്റിഫൈ ചെയ്യാനായി പോയി. അവിടെ ചെന്നപ്പോൾ 1-2 മാല വേറെയും ഉണ്ടായിരുന്നു. പോലീസുകാർ അത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അതിൽ നിന്ന് വേദിക തൻ്റെ മാല തിരിച്ചറിഞ്ഞു. ഇതാ സാർ എൻ്റെ മാല, അവൾ പറഞ്ഞു. ഇത് തന്നെയാണെന്ന് ഉറപ്പല്ലേ, എസ് ഐ രഞ്ജിത്ത് ചോദിച്ചു. അതെ സാർ, ഇത് തന്നെയാണ്, അവൾ വീണ്ടും പറഞ്ഞു. വേദിക ആ സെല്ലിൽ കാണുന്ന വെള്ള ഷർട്ടിട്ട ആളെ കണ്ടോ? അയാളെ കയ്യിൽ നിന്നാണ് മാല കിട്ടിയത്. അയാളെ ഇതിനു മുന്നേ വേദിക എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രഞ്ജിത്ത് ചോദിച്ചു. ഇല്ല, ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത്, അവൾ മറുപടി പറഞ്ഞു. അതിനിടയ്ക്ക് രഞ്ജിത്തിന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു. രഞ്ജിത്ത് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ട് കോൺസ്റ്റബിളിനോട് പറഞ്ഞു. മാല ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് വേദികയോട് സൈൻ ചെയ്ത് വാങ്ങി മാല കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ശേഷം രഞ്ജിത്ത് മുറിയിലേക്ക് പോയി. വേദിക സൈൻ ചെയ്ത് മാല വാങ്ങുമ്പോഴേക്കും രഞ്ജിത്തിന്റെ മുറിയിൽ നിന്നും കോൺസ്റ്റബിളിന് ഫോൺ വന്നിരുന്നു. വേദികയോട് ഓഫീസിലേക്ക് കയറി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ പോലീസുകാരൻ വേദികയ്ക്ക് എസ് ഐയുടെ റൂം കാണിച്ചു കൊടുത്തു. അവൾ വേഗം ആ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു രഞ്ജിത്ത്. വേദികയുടെ മുഖത്തപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു. വരൂ, വേദിക ഇരിക്കൂ, വേദികയെ കണ്ടപാടെ രഞ്ജിത്ത് പറഞ്ഞു. അവൾ കസേരയിൽ ഇരുന്നു.
അതിനിടയ്ക്ക് അവൻ ടേബിളിലിരുന്ന ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ഒരു ചായ വേണമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. മാലയൊക്കെ തിരിച്ചു കിട്ടിയപ്പോൾ വേദികക്ക് സന്തോഷമായില്ലേ? രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് വേദികയോട് ചോദിച്ചു. ഒരുപാട് സന്തോഷമായി. ഞാൻ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയതാണ് തിരിച്ചു കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട് സാർ, പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കും നന്ദിയുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമല്ലേ, രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ ചായ കൊണ്ടുവന്നിരുന്നു. ചായ വേദികയ്ക്കാണ്, കുടിച്ചോളൂ, രഞ്ജിത്ത് പറഞ്ഞു. അയ്യോ വേണ്ട സാർ, ഇതൊന്നും വേണ്ട. എന്താടോ, പോലീസ് സ്റ്റേഷനിലെ ചായ കുടിക്കാൻ പാടില്ലെന്നുണ്ടോ? തമാശ പോലെ രഞ്ജിത്ത് ചോദിച്ചു. അതുകൊണ്ടല്ല സാർ, അവൾ പറഞ്ഞു. അത് സാരമില്ല, വേദിക കുടിച്ചോളൂ. പോലീസ് സ്റ്റേഷനിലെ ചായ അങ്ങനെ എപ്പോഴും ഒന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് കിട്ടുമ്പോൾ മടിക്കാതെ കുടിക്കൂ, രഞ്ജിത്ത് ചിരിച്ചുകൊണ്ട് വീണ്ടും ഒരു തമാശ പോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളും ഒന്ന് ചിരിച്ചു. അവൾ തന്റെ മുന്നിലിരുന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത് അവളോട് ചോദിച്ചു, വേദിക ഷോപ്പിൽ പോകാൻ തുടങ്ങിയിട്ട് കുറേ ആയോ? ഏകദേശം 1 വർഷത്തോളമായി പോകാൻ തുടങ്ങിയിട്ട്, അവൾ മറുപടി പറഞ്ഞു. രഞ്ജിത്ത് തിരക്കിലായിരുന്നുവെങ്കിലും അവളോട് അല്പനേരം സംസാരിച്ചു. അപ്പോഴേക്കും വേദികക്ക് പോലീസുകാരോടും പോലീസ് സ്റ്റേഷനോടുമുള്ള പേടിയൊക്കെ മാറി തുടങ്ങിയിരുന്നു. രഞ്ജിത്ത് അത്രയ്ക്കും സൗഹൃദപരമായാണ് അവളോട് ഇടപഴകിയത്. ശേഷം എന്താവശ്യമുണ്ടെങ്കിലും തന്റെ നമ്പറിൽ വിളിച്ചോളാൻ പറഞ്ഞ് അവൻ അവളെ പോലീസ് സ്റ്റേഷനിൽ നിന്നും യാത്രയാക്കി. അവൾ അവിടെ നിന്നും പോയെങ്കിലും രഞ്ജിത്തിന്റെ മനസ്സിൽ അവളുടെ മുഖം പതിഞ്ഞിരുന്നു. അങ്ങനെ 2-3 ദിവസം കടന്നുപോയി. ഒരു ദിവസം രാവിലെ അഞ്ജനയും വേദികയും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ മുന്നിൽ കൂടി പോയ ഒരു പോലീസ് ജീപ്പ് പെട്ടെന്ന് ബസ് സ്റ്റോപ്പിനടുത്തു നിന്നും കുറച്ച് മാറി നിർത്തുന്നത് അവർ കണ്ടു. അത് കണ്ടപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടൊന്ന് നോക്കി. നിർത്തിയ പോലീസ് ജീപ്പിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ നോക്കിയപ്പോൾ SI രഞ്ജിത്താണ്. അവൻ വേദികയുടെ അടുത്തേക്ക് തന്നെയാണ് നടന്നു വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. രഞ്ജിത്തിനെ കണ്ടപ്പോൾ വേദിക വേഗത്തിൽ ചിരിച്ചു. രഞ്ജിത്ത് അപ്പോൾ അവളോട് അടുത്തെത്തി വേദികയോട് പറഞ്ഞു, ഒന്നുമില്ല, എനിക്ക് ഇതുവഴിയൊന്ന് പോകാനുണ്ടായിരുന്നു. പെട്ടെന്ന് ബസ് സ്റ്റോപ്പിൽ വേദികയെ കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. സുഖം തന്നെയല്ലേ? അവൻ ചോദിച്ചു. അതെ, സുഖമാണ് സാർ, അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ചുറ്റുവട്ടം നിൽക്കുന്നവരെല്ലാം അവരെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആളുകൾ മറ്റെന്തെങ്കിലും വിചാരിക്കുമോ എന്ന് കരുതി അവർക്ക് 2 പേർക്കും ആകെ ചമ്മലായി. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് അധികം സംസാരിക്കാൻ നിന്നില്ല. അവൻ അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ജീപ്പ് എടുത്തുപോയി. രഞ്ജിത്ത് പോയ ശേഷം അഞ്ജന വേദികയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എടി, ഇത് അത് തന്നെയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഏത്? വേദിക ചോദിച്ചു. പ്രേമം, അല്ലാതെന്ത്? ആളെ നിൽപ്പും പാവവും ഒക്കെ കണ്ടാൽ തന്നെ അറിയില്ലേ പുള്ളിക്കാരന് നിന്നോട് എന്തോ ഒരു ഇതുണ്ടെന്ന്. അത് നിനക്ക് വെറുതെ തോന്നുന്നതാടി. സാർ ചിലപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇത് പ്രേമം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അഞ്ജന ഉറപ്പിച്ചു പറഞ്ഞു. അവർക്കൊക്കെ വലിയ വീട്ടിൽ നല്ല സുന്ദരി പെൺകുട്ടികളെ കിട്ടും. അപ്പോഴേ എന്നെപ്പോലെയുള്ള പാവം പിടിച്ച പെൺകുട്ടിയൊക്കെ നോക്കുന്നത്. നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇതാ നമ്മുടെ ബസ് വന്നു. വേദിക അത് പറഞ്ഞ് വേഗത്തിൽ ബസ്സിലേക്ക് ഓടി. അവർ അവിടെ നിന്നും ബസ്സിൽ കയറിപ്പോയി. അന്ന് അവർ പതിവ് പോലെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ മെസ്സേജ് നോക്കുന്നതിനിടയിൽ രഞ്ജിത്ത് സാർ എന്നെഴുതിയ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. മെസ്സേജ് കണ്ടപ്പോൾ വേദിക ആകെ തരുത്തു നിന്നുപോയി. അവൾ വേഗം അഞ്ജനയോട് പറഞ്ഞു, അഞ്ജന, എടി, SI രഞ്ജിത്ത് സാർ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ആണോ? എന്താ മെസ്സേജ്? അഞ്ജന വേഗത്തിൽ ചോദിച്ചു. ഒന്നുമില്ല, ഒരു ഹായ് മാത്രം, വേദിക പറഞ്ഞു. എടി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങേർക്ക് നിന്നോട് എന്തോ ഇതുണ്ടെന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? എന്തായാലും നീ മെസ്സേജിന് റിപ്ലൈ കൊടുക്ക്. ഒരുപാട് നിർബന്ധിച്ചാണെങ്കിലും അഞ്ജന അവളെ കൊണ്ട് മെസ്സേജിന് റിപ്ലൈ അയപ്പിച്ചു. ആ ഒരു മെസ്സേജിൽ തുടങ്ങിയ സൗഹൃദം അവർ പോലും അറിയാതെ ഒരു പുതിയ ബന്ധത്തിന് തുടക്കമിടുകയായിരുന്നു. അങ്ങനെ അവർ 1-2 ദിവസം കൊണ്ട് ഫോണിൽ കൂടി കൂടുതൽ അടുത്തു. അന്നൊരു ദിവസം ഓഫ് ഡ്യൂട്ടിയിലായിരുന്ന രഞ്ജിത്ത് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് വേദികയെ വിളിച്ചു. വേദിക, എനിക്കൊന്ന് കാണണമായിരുന്നു. ജോലി സ്ഥലത്ത് നിന്ന് അല്പം നേരത്തെ ഇറങ്ങാൻ പറ്റുമോ? അവൻ ചോദിച്ചു. എന്തോ അവൾക്കും അവനോടൊരു വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നു ഉള്ളിൽ. അവൾ ഷോപ്പിൽ പറഞ്ഞ് അന്ന് കുറച്ചു നേരത്തെ ഇറങ്ങി. രഞ്ജിത്ത് ഒരു ബൈക്കുമായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേദിക ആദ്യമൊക്കെ മടിച്ചെങ്കിലും പിന്നീട് രഞ്ജിത്തിന്റെ കൂടെ കയറി. അധികം അടുത്തോട്ടിരിക്കാതെ ഒരകലം പാലിച്ചുകൊണ്ട് അവൾ ഇരുന്നു. രഞ്ജിത്ത് അടുത്തുള്ള ഐസ്ക്രീം പാർലറിലേക്കാണ് അവളെ കൊണ്ടുപോയത്. അവർ അവിടെ എത്തി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രഞ്ജിത്ത് അവളോട് പറഞ്ഞു, വേദികയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ വളച്ചുകെട്ടില്ലാതെ ഒരു കാര്യം പറയട്ടെ. രഞ്ജിത്ത് പറയുന്നത് കേട്ടപ്പോൾ വേദിക ഒന്നും മിണ്ടാതെ രഞ്ജിത്തിനെ തന്നെ ആകാംക്ഷയോടെ നോക്കി. രഞ്ജിത്ത് തുടർന്നു, എനിക്ക് വേദികയെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേദികയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയട്ടെ. അവനത് ചോദിച്ചപ്പോൾ അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ ആശ്ചര്യത്തോടെ അങ്ങനെ നിന്നു. രഞ്ജിത്ത് അപ്പോൾ വീണ്ടും ചോദിച്ചു. വേദിക എനിക്കൊരു മറുപടി തന്നില്ല. പെട്ടെന്ന് വേണ്ട, നല്ലപോലെ ആലോചിച്ചിട്ട് മതി. ഉത്തരം അതെ എന്നോ അല്ല എന്നോ ആണെങ്കിലും എനിക്ക് ഇന്ന് വാട്സപ്പിൽ ഒരു മറുപടി തരണം.
ഞാൻ രാത്രി കാത്തിരിക്കും, അവൻ പറഞ്ഞു. അന്ന് രാത്രി അവൾ ഒരുപാട് നേരം ആലോചിച്ചു എന്തു പറയണമെന്ന്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റായി പോകും. അവസാനം അവൾ തൻ്റെ ഫോൺ എടുത്തു. രഞ്ജിത്തിന് മെസ്സേജ് അയച്ചു. ഏട്ടനെ പോലെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളോട് ഇത് പറയാമോ എന്നറിയില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ, എനിക്കും ഇഷ്ടമാണ്. ആ മെസ്സേജ് കണ്ട രഞ്ജിത്ത് ഒരുപാട് സന്തോഷിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് വേദികയ്ക്ക് ഷോപ്പ് ലീവായിരുന്നു. അന്ന് രാവിലെ തന്നെ രഞ്ജിത്തിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു അവൾക്ക്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് രഞ്ജിത്ത് സ്ഥലം പറഞ്ഞു കൊടുത്തു. അവൾ വീട്ടിൽ നിന്നും അമ്മായിയോട് ഷോപ്പിലേക്കാണെന്ന് കള്ളം പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. രഞ്ജിത്ത് പറഞ്ഞ സ്ഥലത്തെത്തി. അതൊരു ചെറിയ പാർക്കായിരുന്നു. അവിടുത്തെ ഒരു ബെഞ്ചിൽ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു രഞ്ജിത്ത്. വേദിക നേരെ രഞ്ജിത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഹായ് വേദിക, വാ ഇരിക്കൂ. ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായോ? എങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നു? ഇന്ന് സൺഡേ അല്ലേ? രഞ്ജിത്ത് അവളോട് ചോദിച്ചു. ഞാൻ ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഷോപ്പിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. മിടുക്കി, അത്യാവശ്യം കള്ളം പറയാനൊക്കെ അറിയാമല്ലേ? അവനും ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ പിന്നെ, ഞാൻ വേദികയെ വിളിച്ചത് ഒരു പ്രധാന കാര്യം പറയാനായിരുന്നു, രഞ്ജിത്ത് പറഞ്ഞു. എന്താണ്, പറഞ്ഞോളൂ. അത് കേട്ടപ്പോൾ വേദിക ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ നമ്മുടെ കാര്യം എൻ്റെ അമ്മയുടെ അടുത്ത് ചെറുതായൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ കാണാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരാമെന്നും. അത് പറഞ്ഞതിൽ വേദികയ്ക്ക് വിരോധമില്ലല്ലോ? രഞ്ജിത്ത് ചോദിച്ചു. രഞ്ജിത്തേട്ടാ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. രഞ്ജിത്തേട്ടൻ്റെ അമ്മയ്ക്ക് എന്നെപ്പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളെയൊക്കെ ഇഷ്ടമാകുമോ? നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ. എനിക്കാണെങ്കിൽ ചോദിക്കാനും പറയാനും പോലും ആരുമില്ല. പിന്നെ രഞ്ജിത്തേട്ടൻ ഗവൺമെൻറ് സർവീസിലല്ലേ, അതും ഒരു പോലീസ് ഓഫീസർ. അതുകൊണ്ട് രഞ്ജിത്തേട്ടൻ്റെ അമ്മ ഗവൺമെൻറ് സർവീസിലുള്ള നല്ലൊരു പെൺകുട്ടിയായിരിക്കും സ്വപ്നം കാണുന്നത്. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് എന്നെപ്പോലുള്ള പാവപ്പെട്ട പെൺകുട്ടിയെ സ്വീകരിക്കുമോ? വേദിക ചെറിയൊരു വിഷമത്തോടെയാണ് അത് ചോദിച്ചത് എന്ന് രഞ്ജിത്തിന് മനസ്സിലായി. രഞ്ജിത്ത് ഒന്ന് ചിരിച്ചു. എന്നിട്ട് വേദികയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എടോ, നിനക്കെൻ്റെ അമ്മയെ അറിയാഞ്ഞിട്ടാ. ടീച്ചറായിരുന്നെങ്കിലും ആളൊരു പാവമാ. കണ്ടാലൊരു ടീച്ചറാണെന്നൊന്നും ആരും പറയില്ല, അത്രയ്ക്ക് പാവമാണ്. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം അമ്മയ്ക്കൊന്നുമില്ല. എൻ്റെ വിവാഹം നടന്നു കാണാൻ അമ്മ കുറേയായി ആഗ്രഹിക്കുന്നു. എന്നോട് എപ്പോഴും പറയും, മോൻ ആരെ കൂട്ടിക്കൊണ്ടു വന്നാലും അമ്മ സ്വീകരിക്കുമെന്ന്. അവൻ പറഞ്ഞു നിർത്തി. അത് കേട്ടപ്പോൾ വേദികയ്ക്കൊരല്പം ആശ്വാസമായി. അവൾ രഞ്ജിത്തിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വേദിക എൻ്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് രഞ്ജിത്ത് തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് രഞ്ജിത്തും അമ്മയും നിൽക്കുന്ന ഫോട്ടോ വേദികയ്ക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. ആ ഫോട്ടോ കണ്ടപ്പോൾ അവൾ ഒന്ന് സംശയിച്ചു. രഞ്ജിത്തും അപ്പോൾ അവളെ സംശയത്തോടെ നോക്കുകയായിരുന്നു. അവൾ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയത്. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് അവളുടെ കണ്ണുകളിൽ നിന്ന് തന്നെ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ചെറുതായി ഒന്ന് നിറഞ്ഞു. എന്തു പറ്റി വേദിക, എന്താ കണ്ണു നിറഞ്ഞത്? അത് കണ്ടപ്പോൾ രഞ്ജിത്ത് അവളോട് ചോദിച്ചു. ഇത് മേനക ടീച്ചറല്ലേ? അവൾ ചോദിച്ചു. അതെ, അമ്മയെ അറിയാമോ? രഞ്ജിത്ത് വേദികയെ നോക്കി. വേദിക അപ്പോൾ അല്പം പോലും ആലോചിക്കാതെ മറുപടി പറഞ്ഞു. ഓ അറിയാം, ടീച്ചറെ അങ്ങനെ മറക്കാൻ പറ്റുമോ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നല്ലപോലെ നിറയുന്നുണ്ടായിരുന്നു. വേദിക വീണ്ടും പറഞ്ഞു തുടങ്ങി. ഞാൻ ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. ടീച്ചറെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ടീച്ചർക്ക് എന്നോടും അങ്ങനെ തന്നെ ആയിരുന്നു. ആരുമില്ലാത്തപ്പോൾ ടീച്ചറമ്മ എന്നാണ് ഞാൻ വിളിക്കാറുണ്ടായിരുന്നത്. ടീച്ചർക്കും അത് വലിയ ഇഷ്ടമായിരുന്നു. എനിക്ക് കുറേ ട്യൂഷൻ എടുക്കുകയും പഠിപ്പിക്കുകയും ഭക്ഷണം തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് ടീച്ചർ. എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ ടീച്ചർക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അന്നൊക്കെ ടീച്ചർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, വേദിക എനിക്ക് എൻ്റെ മോളെ പോലെയാണെന്ന്. അത് ശരി തന്നെയായിരുന്നു. എൻ്റെ അമ്മ മരിച്ചതിൽ പിന്നെ ഞാൻ ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞത് എൻ്റെ ടീച്ചറിൽ കൂടെയായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ. അന്നൊക്കെ മോനെ പറ്റി പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏട്ടനെ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ ഒന്ന് പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പുറത്താണ് എന്ന് പറഞ്ഞതായും ഞാൻ ഓർക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ടീച്ചറമ്മയുടെ മോനാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ സന്തോഷം രഞ്ജിത്തിന് കാണാമായിരുന്നു. അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടീച്ചറമ്മ, പഠിക്കാനുള്ള പുസ്തകങ്ങൾ വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനുമൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ അധികമൊന്നും ആ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പിന്നെ എന്നെ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാതെ ആയപ്പോൾ പഠനം പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. അന്ന് ടീച്ചർ 1-2 പ്രാവശ്യം എന്നെ തിരക്കി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ അമ്മായി അവളെ ഇനി തുടർന്ന് പഠിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞ് ടീച്ചറെ പറഞ്ഞയച്ചു. പിന്നീട് എനിക്ക് ടീച്ചറമ്മയെ അധികം കാണാൻ പറ്റിയിട്ടില്ല. അന്നൊന്നും എന്നെ വീട്ടിൽ നിന്ന് അധികം പുറത്തേക്കും വിടാറുണ്ടായിരുന്നില്ല. ജോലിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടീച്ചറെ കാണാൻ വന്നിരുന്നു.
പക്ഷേ അപ്പോഴേക്കും അവിടെ നിന്ന് വീട് മാറിപ്പോയെന്ന് അടുത്തുള്ളവർ പറഞ്ഞു. അതെനിക്ക് വലിയ സങ്കടമായി. പിന്നെ ഷോപ്പിലെയും വീട്ടിലെയും ജോലിയും തിരക്കുമായിട്ട് ഞാൻ അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടി. അവൾ രഞ്ജിത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. അതെ, വീട് മാറി. ടൗണിനടുത്തായി പുതിയ വീട് വെച്ചു. താൻ വന്നേ. അത് കേട്ടപ്പോൾ രഞ്ജിത്ത് അവളുടെ കൈ പിടിച്ചു. അവൾ കാര്യമറിയാതെ അവനെ തന്നെ നോക്കി. വാ. അവൻ അവളെ അവന്റെ ബൈക്കിൽ കയറ്റി. അവനോടടുത്തിരിക്കാൻ ചെറിയൊരു മടി തോന്നുന്നത് കൊണ്ട് തന്നെ അവൾ അപ്പോഴും കുറച്ച് അകലം വിട്ടാണ് ബൈക്കിലിരുന്നത്. അവൻ അവളെയും കൊണ്ട് നേരെ പോയത് അവന്റെ വീട്ടിലേക്കാണ്. ബൈക്ക് അവന്റെ വീടിന് മുൻപിൽ ചെന്ന് നിർത്തിയപ്പോൾ അവൾക്ക് അത്ഭുതമായിരുന്നു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ബൈക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ രഞ്ജിത്തിന്റെ അമ്മ അകത്തു നിന്ന് പുറത്തേക്ക് വന്നു. വേദികയെ കണ്ടതും ടീച്ചർ ഒന്ന് ഞെട്ടി. പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ടതിന്റെ ആനന്ദമായിരുന്നു അവർക്ക്. വേദിക മോളെ, ഇവളെ എവിടെ നിന്ന് കിട്ടി? ഇവളെന്താ നിന്റെ കൂടെ? ടീച്ചറമ്മ വേഗത്തിൽ ഓടി വന്ന് അവളെ ചേർത്തു പിടിച്ചു. പ്രതീക്ഷിക്കാതെ ടീച്ചറമ്മയെ കണ്ടതിന്റെ ആനന്ദം അവൾക്കുമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ ചെറുതായി കലങ്ങി. പഠിക്കാൻ വരുമ്പോൾ എൻ്റെ കാലിനൊക്കെ ഒരുപാട് കുഴമ്പിട്ട് തന്നിട്ടുണ്ട് ഇവൾ. പിന്നീട് അവർ പഠിത്തം നിർത്തിച്ചപ്പോൾ എനിക്കത് വല്ലാത്ത വിഷമമായി. ശേഷം ഇപ്പോളാ ഇവളെ കാണുന്നത്, ടീച്ചറമ്മ സ്നേഹത്തോടെ പറഞ്ഞു. രഞ്ജിത്ത് അവരെ രണ്ടുപേരെയും നോക്കി നിന്ന് ചിരിച്ചു. രഞ്ജിത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ കുട്ടി അവളാണെന്ന് അപ്പോഴും ടീച്ചറമ്മയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാ നിങ്ങൾ സംസാരിക്കേ. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവൻ അത് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. പ്രതീക്ഷിക്കാതെ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയതിന്റെ സന്തോഷത്തിൽ ടീച്ചറും വേദികയും പരസ്പരം കെട്ടിപ്പിടിച്ചു. ടീച്ചർ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ചെയിൻ നഷ്ടപ്പെട്ടതും രഞ്ജിത്തിനെ പരിചയപ്പെട്ടതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ടീച്ചറോട് പറഞ്ഞു. അതുമാത്രമല്ല, ബാക്കി കൂടി പറയേ. അത് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് അപ്പോൾ അങ്ങോട്ട് വന്നത്. അമ്മേ, ഞാൻ ഇവളെ കല്യാണം കഴിച്ചോട്ടെ? രഞ്ജിത്ത് മറച്ചു വയ്ക്കാതെ അമ്മയോട് അവന്റെ ഇഷ്ടത്തെക്കുറിച്ച് സംസാരിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് നല്ല സന്തോഷമായിരുന്നു. ഗവൺമെന്റ് ജോലിക്കാരനായ മോൻ ഇങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് വെക്കുമ്പോൾ ഏതൊരമ്മയ്ക്കും താല്പര്യമുണ്ടാകില്ലെന്നാണ് വേദിക കരുതിയത്. എനിക്ക് ആദ്യം മുതലേ മോളെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് മോൾക്കറിയാലോ. ഇനി അവനും കൂടെ ഇഷ്ടാച്ചാ പിന്നെ എന്താ എനിക്ക് നോക്കാനുള്ളത്? പ്രായമായി വരികയാണ് എനിക്ക്. ഷുഗറും പ്രഷറും വേരിക്കോസും എല്ലാം ഉണ്ട്. ഇനി എത്ര കാലമെന്ന് വെച്ചാ? അവന്റെ ഇഷ്ടം ഇതാണെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ടീച്ചർ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ വേദികയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. മോളിരിക്കേ, അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ടീച്ചർ അമ്മ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. വേദിക, ഒന്ന് വന്നേ. രഞ്ജിത്ത് അപ്പോൾ അവളെ വിളിച്ചു. വേദിക അവനെ നോക്കി. അവൻ നേരെ താഴെ നിലയിൽ തന്നെയുള്ള അവന്റെ മുറിയിലേക്കാണ് ചെന്നത്. വാടോ. മടിച്ചു നിൽക്കുന്ന വേദികയെ അവൻ ഒന്നുകൂടി വിളിച്ചു. അവൾ മെല്ലെ അങ്ങോട്ട് ചെന്നു. രഞ്ജിത്ത് അപ്പോൾ അവന്റെ അലമാര തുറന്ന് അതിൽ നിന്നൊരു ഡയറി പുറത്തെടുത്തു. വേദിക ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി. രഞ്ജിത്ത് അതിനകത്തുണ്ടായിരുന്ന അവളുടെ തന്നെ ഒരു പഴയ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടിയപ്പോഴാണ് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത്. ഇതെങ്ങനെ? അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അപ്പോ എന്നെ അന്ന് സ്റ്റേഷനിൽ വെച്ച് ആദ്യമായിട്ടല്ലേ കണ്ടത്? അവൾ സംശയത്തോടെ ചോദിച്ചു. രഞ്ജിത്ത് അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ വരുമായിരുന്ന പെൺകുട്ടിയെ അവൾ അറിയാതെ 1-2 വട്ടം കണ്ടിട്ടുണ്ട് ഞാൻ. അവൾ അറിയാതെ എടുത്ത് ഫോണിൽ സൂക്ഷിച്ച ഫോട്ടോയാ ഇത്. നിന്റെ കാര്യങ്ങളും സാഹചര്യങ്ങളുമെല്ലാം അമ്മ പറഞ്ഞറിഞ്ഞപ്പോൾ വിളിച്ചിറക്കി കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ജോലി ഉറപ്പിച്ചിട്ടാവാമെന്ന് കരുതി. അമ്മയോട് പറഞ്ഞ് വീട്ടിൽ വന്ന് ചോദിക്കാനിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ആ മാല പോയ കേസുമായി നീ സ്റ്റേഷനിലേക്ക് വന്നത്. നിന്റെ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ അന്ന് സ്റ്റേഷനിൽ വെച്ച് നീ പറഞ്ഞപ്പോളാ വീട്ടിലെ അവസ്ഥ ശരിക്കും മനസ്സിലായത്. രഞ്ജിത്ത് അവളെ നോക്കി ചിരിച്ചു. ഇത്ര കാലം താൻ അറിയാതെ തന്നെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ വേദിക ശരിക്കും ഞെട്ടി നിൽക്കുകയായിരുന്നു. മാല നഷ്ടപ്പെട്ടതും രഞ്ജിത്തിനെ കണ്ടുമുട്ടിയതും പിന്നീട് സംഭവിച്ചതുമെല്ലാം ശരിക്കും ഒരു കഥ പോലെ അവൾക്ക് തോന്നി. അവളുടെ മനസ്സിലേക്ക് ആ ഓർമ്മകളെല്ലാം ഓടി വന്നു. എന്നാൽ രഞ്ജിത്ത് തനിക്ക് ഏറെ സഹായം ചെയ്ത ടീച്ചറുടെ മോനാണെന്നും പണ്ട് മുതലേ തന്നെ ഇഷ്ടമായിരുന്നു എന്നുകൂടെ അറിഞ്ഞപ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിയത്. ഒന്നും പറയാനാകാതെ വിടർന്ന കണ്ണുകളോടെ അവൾ അങ്ങനെ നിൽക്കുകയായിരുന്നു. രഞ്ജിത്ത് അപ്പോൾ ഡയറി മടക്കി ടേബിളിന് മുകളിൽ വെച്ചു. റൂമിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന അവൾ കരികിലേക്ക് വന്നു. ഹാളിലേക്ക് നോക്കിയപ്പോൾ അമ്മ അവിടെ എങ്ങുമില്ല, അടുക്കളയിൽ തന്നെയാണ്. അത് കണ്ടതും അവൻ അവളെ പിടിച്ച് റൂമിലേക്ക് നിർത്തി. ശേഷം അവന്റെ കൈകൊണ്ട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവളെ ബലമായി പിടിച്ച് അവനോട് ചേർത്തു. ഷോക്കേറ്റ പോലെ അവൾ അവനെ നോക്കി. അവളുടെ വിടർന്ന കണ്ണുകളും ഭംഗിയുള്ള ചുണ്ടുകളും വലിയ മാറുകളുമെല്ലാം അവന്റെ ആ പിടുത്തത്തിൽ വല്ലാതെ തരുത്തു പോയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ വേദിക, കുറച്ചുനാൾ മുൻപ് നിന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു കുരുമുളക് തോട്ടത്തിൽ വെച്ച് ആരോ ഒരാൾ നിന്നെ കയറി പിടിച്ചത്? അപ്പോൾ ഇതിലും ബലമായ ഞാൻ അയാളിൽ നിന്നും നിന്നെ പിടിച്ചെടുത്ത് രക്ഷിച്ചത്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതിനേക്കാൾ ഷോക്കായ കാര്യമാണ് വേദിക അപ്പോൾ കേട്ടത്.
അത് കേട്ടതും അവൾ അത്ഭുതത്തോടെ രഞ്ജിത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് ഏട്ടനായിരുന്നു. അവൾ അവനോട് എന്ത് ചോദിക്കണമെന്നറിയാതെ ഞെട്ടിപ്പോയിരുന്നു. രഞ്ജിത്ത് അപ്പോഴും അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, അത് ഞാൻ തന്നെയായിരുന്നു. അന്ന് നീ അമ്മയുടെ അരികിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞിറങ്ങി പോകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നത്. നീ എന്നെ കണ്ടില്ലെങ്കിലും നിന്നെ കണ്ട് കൊതി തീരാത്തത് കൊണ്ട് തന്നെ ഞാൻ നിന്റെ പിറകെ ഉണ്ടായിരുന്നു. വീട് വരെ വന്ന് വീട് കണ്ടുപിടിച്ച് തിരികെ പോരണമെന്നാ കരുതിയത്. എന്തോ ദൈവം തോന്നിപ്പിച്ച പോലെ നിന്റെ പിറകെ വന്നതാ. അതുകൊണ്ടാണ് നിന്നെ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുമായത്. രഞ്ജിത്ത് അത് പറഞ്ഞപ്പോൾ വേദിക ശരിക്കും കരഞ്ഞുപോയിരുന്നു. താൻ അറിയാതെ തന്റെ മാനം രക്ഷിച്ച് അവനോട് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും രഞ്ജിത്ത് അവളെ തടഞ്ഞു. ശേഷം അവളെ തന്നോട് ചേർത്ത് മുറുക്കി ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിക്കുമ്പോൾ രഞ്ജിത്ത് ഒന്നാകെ അവളിലേക്ക് അമർന്നിരുന്നു. അവളുടെ 2 മാറുകളും ചെറിയൊരു വേദനയോടെ അവന്റെ ശരീരത്തോട് അമർന്നു നുറുങ്ങി. എങ്കിലും പിന്നെയും അവന്റെ പിടുത്തത്തിന് ശക്തി കൂടുകയായിരുന്നു. ഒരു നിമിഷത്തേക്ക് അവന്റെയും അവളുടെയും വയറുകൾ തമ്മിൽ പരസ്പരം ഒട്ടിച്ചേർന്നു പോയി. മാറുകൾ ഉടയുന്ന പോലെ അവൾക്ക് വേദന തോന്നി. ഒരു നിമിഷത്തേക്ക് അവൾ പൂർണ്ണമായും അവനോട് ചേർന്നു. മോളെ, അമ്മ ചായയുമായി അപ്പുറത്തു നിന്ന് നീട്ടി വിളിച്ചപ്പോഴാണ് അവൻ ആ പിടുത്തം വിട്ടത്. പെട്ടെന്ന് അവന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ എന്നിടിക്കുകയായിരുന്നു. മാറുകൾ രണ്ടും ഞെരിഞ്ഞമർന്നതിന്റെ ആശ്ചര്യത്തിൽ തന്നെയായിരുന്നു അപ്പോഴും. ആ മോളെ, ഞാൻ നിങ്ങളെ നോക്കുകയായിരുന്നു. അവന്റെ പോലീസ് ട്രെയിനിങ്ങിന്റെ ഫോട്ടോകളൊക്കെ കാണുകയായിരുന്നോ? അമ്മ ചായയും പലഹാരവും എടുത്തു വയ്ക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. അതെ, ഏട്ടൻ ഫോട്ടോ കാണിച്ചു തരുമായിരുന്നു. അവൾ ആശ്ചര്യം മാറാതെ പറഞ്ഞു. ആ, എനിക്ക് തോന്നി. വാടാ, ചായ കുടിക്കാം. അമ്മ അപ്പോൾ രഞ്ജിത്തിനെ വിളിച്ചു. വരാം. രഞ്ജിത്ത് അത് പറഞ്ഞപ്പോൾ വേദിക ഒന്നിടം കണ്ണാലെ അവനെ നോക്കി. വലിയൊരു അപകടത്തിൽ നിന്നും ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ട മാനം രക്ഷിച്ചെടുത്ത് തന്നിട്ടും ഇതുവരെ ആ പേരും പറഞ്ഞ് തന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. അവൾക്ക് അവനോട് ഏറെ ബഹുമാനം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായി മേശക്കരികിലേക്ക് വരുമ്പോൾ രഞ്ജിത്ത് ഒരു കുറുമ്പോടെ മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആ നോട്ടവും ചിരിയും കണ്ടപ്പോൾ അവൾ അറിയാതെ തന്നെ പുഞ്ചിരിച്ചു പോയി. മാധുര്യമേറുന്ന ആ ചിരി കണ്ടപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു. അവൻ അമ്മയ്ക്ക് പിറകിൽ നിന്ന് അമ്മ കാണാതെ അവളുടെ മാറിന് തൊട്ട് താഴെയായി അരയിൽ ഒന്ന് നുള്ളി. കവിളിൽ ഒരു ഉമ്മ കൂടി കൊടുത്തു. അവൾ അപ്പോഴും വല്ലാതൊന്നും ഞെട്ടിക്കൊണ്ട് ടീച്ചറമ്മയെ നോക്കി. എന്നാൽ അവർ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ ജഗ്ഗിൽ നിന്നും ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രഞ്ജിത്ത് അപ്പോൾ ഒന്നുകൂടെ അവളുടെ അരയിൽ പിടിച്ചു. അവൾ വളരെ സന്തോഷത്തോടെ രഞ്ജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ഹൃദയം തുളുമ്പുന്ന ഒരു കുഞ്ഞിളം പുഞ്ചിരി. ഒപ്പം അവളും. 2 പേരുടെയും ഹൃദയത്തിൽ അപ്പോൾ അവരുടെ മംഗല്യമേളം മുഴങ്ങിത്തുടങ്ങി.